നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ സംസ്ഥാന നേതൃത്വത്തെ കുറ്റപ്പെടുത്തി കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട്. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പിലെ വീഴ്ചകളുടെ ഉത്തരവാദിത്തം സംസ്ഥാന നേതൃത്വം ഏറ്റെടുക്കണമെന്നും കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശിച്ചു. ആഗോള അയ്യപ്പ സംഗമത്തിൽ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം VN വാസവൻ വായിച്ചത് നാണക്കേടുണ്ടാക്കി. കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമി കുപ്രചാരണത്തെ പ്രതിരോധിക്കുന്നതിൽ പാർട്ടിക്ക് വീഴ്ച പറ്റിയെന്നും കേന്ദ്ര കമ്മിറ്റി കുറ്റപ്പെടുത്തി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ A. പത്മകുമാറിനെതിരെ കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടിട്ടും നടപടിയെടുത്തില്ലെന്നും വിമർശനമുണ്ട്. തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകുകയാണോ CPIM കേന്ദ്ര കമ്മിറ്റി? കാണാം RD Extra. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ നേതൃത്വത്തിനുണ്ടായ പാളിച്ചകൾ തുറന്നുകാട്ടുന്നതാണ് CPIM കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട്. PM ശ്രീയിൽ CPI-യുമായി ഉണ്ടായ തർക്കം CPIM BJP ധാരണ എന്ന പ്രചാരണത്തിന് ശക്തി പകർന്നുവെന്നും PM ശ്രീ മുന്നണിയിൽ ചർച്ച ചെയ്യാത്തത് തിരിച്ചടിയായെന്നും കേന്ദ്ര കമ്മിറ്റി വിമർശിക്കുന്നു. കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമി കുപ്രചാരണത്തെ പ്രതിരോധിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്നും കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ടിലുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ജില്ലാ കമ്മിറ്റി അംഗം അറസ്റ്റിലായത് പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു. കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടിട്ടും A. പത്മകുമാറിനെതിരെ സംസ്ഥാന നേതൃത്വം നടപടിയെടുത്തില്ലെന്നും വിമർശനമുണ്ട്. കണ്ണൂർ ജില്ലയിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായി. നേതൃത്വത്തിന്റെ പിടിപ്പുകേട് പാർട്ടി ഗ്രാമങ്ങൾ വരെ തിരിച്ചടി ഉണ്ടാക്കിയെന്നും കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തുന്നു. കൂടാതെ ജില്ലാ കമ്മിറ്റികൾക്ക് മാത്രമല്ല സംസ്ഥാന കമ്മിറ്റിക്കും പരാജയത്തിന് ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോഴുണ്ടായ കനത്ത പരാജയത്തിന് ഉത്തരവാദിത്തം സംസ്ഥാന നേതൃത്വം ഏറ്റെടുക്കണമെന്നും കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. RD Extra ന്യൂസ് മലയാളം. ഇതിപ്പോൾ നമ്മൾ വിചാരിച്ചതിനപ്പുറത്ത്, അല്ലെങ്കിൽ നേരത്തെ CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പറഞ്ഞതിനും അപ്പുറത്ത് രൂക്ഷമായി തന്നെ കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചകൾ നടന്നിട്ടുണ്ടെന്ന് മാത്രമല്ല അതിൻ്റെ റിപ്പോർട്ടിൽ അത് കൃത്യമായി എഴുതി ചേർത്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടത്. ഇന്ന് എന്താണ് സനീഷിന് തോന്നുന്നത്? ഈ മട്ടിലാണെങ്കിൽ തുടർ നടപടികളും ചർച്ചകളും എങ്ങനെ പുരോഗമിക്കും? ഇതിനകത്ത് ഈ കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നപ്പോഴും ഇതിനകത്ത് വ്യക്തികളുടെ പേരുണ്ടായിരിക്കണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു തോന്നൽ. നമുക്ക് സമയാധികം ഇല്ലാത്തതുകൊണ്ടും പലതവണ ചർച്ച ചെയ്തുകൊണ്ടും നമ്മളത് പറയുന്നില്ല. അതായത് ഇതിനകത്ത് ഉദാഹരണത്തിന് വെള്ളാപ്പള്ളി നടേശനെ വേണ്ട രീതിയിൽ തള്ളി പറയാൻ പറ്റിയില്ല. അപ്പോൾ ആർക്കാണ്? നാട്ടുകാർക്ക് മുഴുവൻ അറിയാം അത് പിണറായി വിജയനാണ് തെറ്റ്. പിണറായി വിജയൻ എന്ന തെറ്റാണ്. കാരണം എന്താണ്? ഈ പാർട്ടിയുടെ മുഖം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷമായിട്ട് പിണറായി വിജയനാണ് ഏറ്റവും നമ്പർ 1 മുഖം. പിണറായി വിജയൻ്റെ കാറിൽ കയറി പിണറായി വിജയൻ അനുകൂല നിലപാടാണ്. വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ ആവർത്തിച്ച് നടത്തുമ്പോഴും പിണറായി വിജയൻ സൗമ്യ നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്ന വിമർശനം നാടാകെ ഉയർന്നു വരുമ്പോൾ അത് കേൾക്കുകയോ അറിയോ ചെയ്യാത്ത ആളല്ല പിണറായി വിജയൻ. അത് കേൾക്കാനും അറിയാനും ഉത്തരവാദിത്തമുള്ള ആളാണ് പിണറായി വിജയൻ. അപ്പോൾ പാർട്ടിയുടെ സംരക്ഷണത്തിനായിട്ട് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ തന്നെയും വന്ന് പറയേണ്ട ആൾ, ഇതിനെ തള്ളി പറയേണ്ട ആൾ പിണറായി വിജയനാണ്. അത് പറഞ്ഞിട്ടില്ല എന്നതാണല്ലോ ഇവർ കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ടിനകത്തും എല്ലായിടത്തും വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യത്തിൽ വേണ്ട ജാഗ്രത ഉണ്ടായില്ല, തള്ളി പറയാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ അതാരാണ്? പിണറായി വിജയൻ തള്ളി പറയാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെ പറയണം അല്ലേ? അപ്പോൾ ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി നിങ്ങൾ സംസ്ഥാന നേതൃത്വം ഏറ്റെടുക്കണമെന്ന് പറയുമ്പോൾ എന്താ സ്വയം വിമർശനം എന്നൊരു പദാവലി അവരുടെ രാഷ്ട്രീയ പദാവലിയിൽ ഉള്ളതുകൊണ്ട് പിണറായി വിജയൻ എന്നൊരു വാർത്താസമ്മേളനം നടത്തിയിട്ട് വെള്ളാപ്പള്ളി നടേശൻ വേണ്ട രീതിയിൽ പ്രതിരോധിക്കാത്തത് പാർട്ടിയുടെ വീഴ്ചയായിട്ട് കേന്ദ്ര കമ്മിറ്റി പറഞ്ഞിരിക്കുന്നു. അതെൻ്റെ വീഴ്ചയാണ് എന്ന് പിണറായി വിജയൻ പറയണം. അല്ലെങ്കിൽ മറ്റാരെങ്കിലും വന്നിട്ട് അത് പിണറായി വിജയൻ്റെ വീഴ്ചയാണ് എന്ന് പേരെടുത്ത് പറയണം. ഇതാണല്ലോ നടക്കുന്നത്. ഇത് നടന്നാൽ പാർട്ടിക്കാർക്ക് അവരുടെ ഹൃദയത്തിലേക്ക് ഒരു തണുപ്പ് വീഴും. നമ്മുടെ തെറ്റ് നമ്മുടെ നേതാക്കൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. പക്ഷേ അവർക്ക് ശരി നമുക്കിനി ഊർജിതമായിട്ട് അങ്ങ് മുന്നോട്ട് പോകാം എന്ന തോന്നലുണ്ടാവും. ഇതങ്ങനെ ആരും പറയുന്നില്ല. എന്ന് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ 10 വർഷം ഭരിച്ചതിന് ശേഷം ഉറപ്പായിട്ടും ജയിക്കും എന്ന് പറഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പരാജയപ്പെട്ടു എന്ന് നാട്ടുകാർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഒരു വരി പറയാത്ത ആളാണ് പിണറായി വിജയൻ എന്ന കാര്യം കൂടെ നമ്മൾ ഓർക്കണം. അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഇത്രയും കാലത്തെ പരിചയമുള്ളത് കൊണ്ട് അദ്ദേഹം ഈ പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ പാർട്ടി രീതി അതായതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹം പാർട്ടിയുടെ ഈ പറയുന്ന മെഷീനറി എല്ലാം അതിൻ്റെ പ്രോസസ്സ് എല്ലാം കഴിയട്ടെ, എല്ലാ കമ്മിറ്റികൾക്ക് ശേഷം പാർട്ടി പറയുന്ന തീരുമാനമാണല്ലോ ഞാൻ പറയേണ്ടത് എന്ന് തീരുമാനിച്ചിട്ടാണെങ്കിലും അദ്ദേഹം വന്നിട്ട് പിണറായി വിജയൻ എന്ന ഞാൻ പറയേണ്ടിടത്ത് വേണ്ട രീതിയിൽ സംസാരിക്കാത്തത് ഇതിനകത്തൊരു കുറ്റമായിട്ടുണ്ട്, കാരണമായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോഴാണ് ഈ പറയുന്ന പ്രോസസ്സിനെല്ലാം അർത്ഥമുണ്ട് എന്ന് നാട്ടുകാർക്ക് മനസ്സിലാവുക. അത് MV ഗോവിന്ദൻ മാസ്റ്റർക്ക് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമുണ്ട്, മറ്റ് നേതൃത്വത്തിന് അവരുടെ ഉത്തരവാദിത്തമുണ്ട്. എന്താണ് എൻ്റെ ഭാഗത്തു നിന്ന് പറ്റിയ തെറ്റ് എന്ന് അദ്ദേഹം അവർ പറഞ്ഞാൽ ആ പാർട്ടിക്ക് നല്ല ശുഭകരമായിട്ട് മുന്നോട്ട് പോകാം. ഇതിപ്പോൾ സർക്കാർ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നതുകൊണ്ട് അങ്ങനെ എല്ലാതെയും അവർക്ക് മുന്നോട്ട് പോകാനൊക്കെ ആകും. പക്ഷേ ഇതായിരിക്കും കുറെ കൂടെ നല്ലത് അല്ലേ? തീർച്ചയായും. പക്ഷേ ഇതിനകത്ത് 1-2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്, ഒന്ന്, ഈ PM ശ്രീ വിഷയത്തിൽ CPI ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ഘട്ടത്തിൽ ആരോപണം ഉന്നയിച്ചത് അത് വലിയ തിരിച്ചടിയായി, അത് UDF-ന് ഗുണം ചെയ്തു എന്ന് വിലയിരുത്തുന്നുണ്ടെന്ന് മാത്രമല്ല ഇത്തരം കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുമ്പോൾ പങ്കാളികളെ വിശ്വാസത്തിലെടുക്കണം എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്.
അതിലും ഈ പറഞ്ഞ സനീഷ് പറഞ്ഞ പ്രശ്നമുണ്ട്. ആരാണ് വിശ്വാസത്തിൽ എടുക്കേണ്ടത് എന്നുള്ള ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഈ റിപ്പോർട്ട് നൽകുന്നില്ല. അത് തുടർ ചർച്ചകളിൽ ഉണ്ടാകുമായിരിക്കാം എന്നാണ്. ഇനിയിപ്പോൾ വിശാല സംസ്ഥാന കമ്മിറ്റിയൊക്കെ നടക്കുമ്പോൾ ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കാം. പിന്നെ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ആഗോള അയ്യപ്പ സംഗമം ആ പരിപാടി നടത്തിയതിൽ ആ പരിപാടിയിൽ ഈ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ സന്ദേശം സംസ്ഥാനത്തെ മന്ത്രി എന്ന് മാത്രമല്ല പാർട്ടിയുടെ ഉന്നതനായ ഒരു നേതാവ് വായിക്കുക എന്നുള്ളത് അമ്പരപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പാർട്ടി നേതൃത്വത്തെ അമ്പരപ്പിച്ചു, കേന്ദ്ര നേതൃത്വത്തെ. മാത്രമല്ല ഇത് വലിയ നാണക്കേടുണ്ടാക്കി, പാർട്ടിയുടെ മതേതര പ്രതിച്ഛായ നഷ്ടപ്പെടുത്തുന്നതിന് കാരണമായി എന്ന് വിശകലനം എന്ന് വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം ഷാർപ്പാണ്. അത് ഇനി തുടർ ചർച്ചകൾക്ക് സാധ്യതയുള്ള ചില നിരീക്ഷണങ്ങളാണ്. മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം എന്താണെന്ന് വെച്ചാൽ ഈ തീരുമാനങ്ങളിൽ ഉൾപ്പെടെ പിന്നെ വേറൊന്ന് കണ്ണൂരിൽ സ്വജനപക്ഷപാതം ഉണ്ടായി എന്നുള്ള ഒരു ആരോപണത്തെ ശരിവെക്കുന്ന നിലയ്ക്കാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ വരുന്നത് കണ്ണൂർ സ്ഥാനാർത്ഥി നിർണയത്തിൽ. മറ്റൊന്ന്, ഈ തീരുമാനങ്ങളിൽ ഉൾപ്പെട്ട സംസ്ഥാന കമ്മിറ്റിയിലെ ഉന്നത നേതൃത്വം അത്തരം തീരുമാനങ്ങളുടെ പ്രതികൂലാഘാതം വിലയിരുത്തുന്നതിലും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഉടനടി പ്രതികരിക്കുന്നതിലും പരാജയപ്പെട്ടു. സംസ്ഥാന നേതൃത്വം പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് അത് കൺക്ലൂഡ് ചെയ്യുന്നത്. മാത്രമല്ല അതായത് ഈ മുഴുവൻ പ്രശ്നങ്ങളും പറഞ്ഞതിന് ശേഷമാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചില നിയോജക മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിലും സ്ത്രീകൾ, ന്യൂനപക്ഷങ്ങൾ, യുവാക്കൾ എന്നിവരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിൻ്റെയും ഒക്കെ കാര്യത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വം വെറുതെ ജില്ലാ കമ്മിറ്റികളുടെ മുകളിൽ മാത്രം ചുമത്താൻ കഴിയില്ല. സംസ്ഥാന നേതൃത്വം ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്ന് തന്നെ കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം വ്യക്തികളുടെ പേര് പറഞ്ഞില്ലെങ്കിലും സംസ്ഥാന നേതൃത്വത്തിന് ഈ ഉത്തരവാദിത്വം ഉണ്ട് എന്ന് പാർട്ടി കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി അത് റിപ്പോർട്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് ഗൗരവതരം തന്നെയാണ്. തീർച്ചയായും തുടർന്നുള്ള ദിവസങ്ങളിൽ തുടർന്ന് നടക്കാനിരിക്കുന്ന പാർട്ടി ഫോറങ്ങളിൽ, വേദികളിൽ അത് ആ നിലയ്ക്ക് തന്നെ ആയിരിക്കും ചർച്ച ചെയ്യപ്പെടുക. കാരണം ഈ റിപ്പോർട്ടൊക്കെ ഈ മട്ടിൽ തന്നെ താഴേക്ക് ചെല്ലുകയും അത് ചർച്ചയാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ തീർച്ചയായും അതിൻ്റെ കൂടുതൽ ഗൗരവമുള്ള ഒരു ചർച്ചയിലേക്ക് സംസ്ഥാന കമ്മിറ്റി കടക്കുമെന്ന് പ്രതീക്ഷിക്കാം. ജില്ലാ കമ്മിറ്റികൾക്ക് പാളിച്ച പറ്റി എന്ന് പറഞ്ഞ് ഒഴിയാനാകില്ല എന്ന ശക്തമായ മുന്നറിയിപ്പാണ് CPIM കേന്ദ്ര കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തിന് നൽകുന്നത്. തെരഞ്ഞെടുപ്പിലെ വീഴ്ചകൾ യഥാസമയത്ത് പരിഹരിക്കുന്നതിൽ സംസ്ഥാന നേതൃത്വം പരാജയപ്പെട്ടു എന്ന കാര്യത്തിലും കേന്ദ്ര കമ്മിറ്റിക്ക് തർക്കമില്ല. അടുത്ത മാസം ചേരാനിരിക്കുന്ന വിശാല സംസ്ഥാന കമ്മിറ്റിയും ഇനി ഈ റിപ്പോർട്ടിനനുസരിച്ചാവും തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്ന് തീർച്ച. തുടർച്ചയായി 10 വർഷം അധികാരത്തിലിരുന്നതിൻ്റെ ഭാഗമായി പല രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നതിലും പാർട്ടിക്ക് തെറ്റുപറ്റിയെന്ന് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ A. പത്മകുമാറിനെ പുറത്താക്കാത്തതിന് പിന്നിൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെ താല്പര്യമാണോ എന്ന് സംശയിച്ചാലും തെറ്റു പറയാൻ സാധിക്കില്ല എന്ന സൂചന കൂടിയാണ് ഈ റിപ്പോർട്ട് നൽകുന്നത്. കാരണം കേന്ദ്ര നേതൃത്വം നടപടി ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാന നേതൃത്വം ആ നടപടി യഥാസമയം കൈക്കൊള്ളാൻ തയ്യാറായില്ല. അതേസമയം തെറ്റുതിരുത്തൽ പ്രക്രിയ ഗൗരവത്തിലെടുത്ത് ഇപ്പോഴുണ്ടായ പ്രതിസന്ധിയെ മറികടക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിയുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.